മേൽപ്പാലത്തിൻ്റെ പണി തീരുന്നതുവരെ ആലപ്പുഴക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇന്ന് കാലത്ത് ഒരു 6 മണിയായപ്പോൾ എറണാകുളത്തുള്ളൊരു ക്ലയൻറ്റ് വിളിച്ചിട്ട് അവരുടെ ആലപ്പുഴയിലുള്ള പ്ലോട്ട് ഒന്ന് പോയി നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. പിന്നെ നമുക്ക് വർക്ക് മുക്കിയതിൻ്റെ പേരിൽ നമ്മൾ അപ്പം തന്നെ റെഡിയായി. ഒരു 8 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് കോട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു പൊടിമഴ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഹെൽമെറ്റൊക്കെ അങ്ങോട്ട് എടുത്ത് വണ്ടി അങ്ങോട്ട് ഒരു അങ്ങോട്ട് പെടച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ എനിക്ക് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു. അരൂർ വരെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത് അരൂർ കഴിഞ്ഞാൽ പിന്നെ മേൽപ്പാലത്തിൻ്റെ പണിയും സ്റ്റാർട്ട് ചെയ്യണം. മേൽപ്പാലത്തിൻ്റെ വർക്ക് തുറവൂർ വരെയുണ്ട്. തുറവൂർ വരെയും നമുക്ക് നല്ല രീതിയിലുള്ള ബ്ലോക്ക് കിട്ടും. അതേപോലെ തന്നെ വഴിയും നല്ല മോശമാണ്. പിന്നെ ഇതൊക്കെ ഈ ഒരു വരും കാലങ്ങളിൽ, അതായത് ഈ അടുത്ത വർഷങ്ങളിൽ തന്നെ ഇതിൻ്റെ പണിയൊക്കെ തീരും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുപ്പഞ്ഞ് പോകാം. പക്ഷേ ഇതിൻ്റെ വർക്ക് നടക്കണം നമുക്കൊന്നും പറയാനില്ല. നമ്മൾ ഇന്ന് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് അതിൻ്റെ വർക്ക് കിടക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ധൃതിയും പിടിക്കാൻ പറ്റില്ല. കാരണം പയ്യെ പോകാൻ പറ്റുള്ളൂ. അത്രയും ദുർഘടമാണ് ഇവിടുത്തെ വഴി. നിറച്ച് കട്ടറും അതേപോലെ തന്നെ വർക്ക് കിടക്കുന്നതിൻ്റെ പേരിൽ സൂക്ഷിച്ച് തന്നെ പോകണം. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് ഇവിടെ ബ്ലോക്ക് കൊണ്ടുവന്നൊരു സാധനമുണ്ട്. ആ സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ തന്നെ അത് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഈ ബ്ലോക്കിന് മെയിൻ കാരണക്കാരനാരാണെന്നുള്ളത്. പിന്നെ ഞാൻ സാധാരണ ലോങ് വർക്ക് നോക്കാൻ പോകുമ്പോൾ വെളുപ്പിന് അതൊരു 5:30-6 മണിക്ക് കഴിഞ്ഞാൽ പോവാറ്. കാരണം നമുക്ക് ഈ റോട്ടിൽ വണ്ടികൾ തിരക്കൊഴിഞ്ഞ സമയത്ത് പോകാൻ നല്ല രസമാണ്. പെട്ടെന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് കൂടി എത്താൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കാലത്താകുമ്പോൾ ആ വർക്ക് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ അത്യാവശ്യം ലോങ് പോകുമ്പോൾ ആ നിയറസ്റ്റ് പ്ലേസിലൊക്കെ ഒന്ന് പോയി ചില്ലായിട്ടൊക്കെയാണ് വരാറ്. ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ആകെ പെട്ടുപോയി. കാരണം ക്ലയൻറ്റ് നമ്മളെ കാലത്തൊരു 6 മണിയായപ്പോഴാണ് വിളിച്ചത്. എന്നിട്ട് അവർ അന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞു. സാധാരണ ഞാൻ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ഞാൻ പറയാറുള്ളൂ, അല്ലെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ പറയാറുള്ളൂ. പക്ഷേ ഈ സമയം നമുക്ക് പറ്റിയില്ല. പിന്നെ ഈ ആലപ്പുഴയിലെ മെയിൻ ബ്ലോക്കിൻ്റെ കാരണം ആരാണെന്ന് ഞാൻ പറഞ്ഞത്. തീ കിടക്കണ ഭീമൻ ഭീമ സാധനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഇവർക്ക് ഈ സാധനമൊക്കെ കാരണം രാത്രിയിൽ അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കൊഴിഞ്ഞ സമയത്തൊക്കെ പോയി അടിപ്പിച്ചാൽ മതി. ഇവർ ഈ തിരക്കിനിടയിൽ കൊണ്ടുവന്ന് ഈ വണ്ടിയിട്ട് ഓടിക്കും. അപ്പോൾ നമുക്ക് ദീ കാണുന്ന പോലത്തെ ഒരു 1/4 മണിക്കൂറുള്ളൊരു ബ്ലോക്ക് അങ്ങോട്ട് കിട്ടും. ഒന്നാമത്തെ ചെറിയ വഴി. പിന്നെ മേൽപ്പാലത്തിൻ്റെ വർക്ക് കിടക്കുന്നതിൻ്റെ പേരിൽ വഴി തന്നെ നല്ല രീതിയിൽ ചെറുതാക്കി വെച്ചേക്കാണ്. പകുതി മുക്കാൽ സ്ഥലത്തും വർക്ക് തീർന്ന് കിടക്കുന്നതിൻ്റെ വലിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഈ വർക്ക് തീരാനുള്ളിടത്ത് ഇവർ ഈ വലിയ ബീം കൊണ്ട് നടും. അപ്പോൾ നമുക്ക് വർക്ക് നടക്കുന്നത്, അതായത് നമുക്ക് ഇവരുടെ ഇടയിൽ കൂടി പോകാൻ തന്നെ, ബൈക്കാർക്ക് പോകാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ബ്ലോക്കാണ്. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ ചക്രശ്വാസം വലിക്കും കിടന്നിട്ട്. വഴി മോശമായതിൻ്റെ പേരിലും പിന്നെ മഴയത്ത് നിറച്ച് ചെളിയാണ്. ചെളി അടിച്ച് നമ്മൊരു പരുവമാവും. പിന്നെ തുറവൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോവാം. കാരണം NHന്റെ വർക്ക് അത്രയും സ്പീഡിലാണ് നടക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം നല്ല തുറവൂരൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ വെച്ചടിച്ച് നമ്മുടെ പ്ലോട്ടിലെത്തറയും. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മെഷർ ചെയ്യാനൊക്കെ അത്രയും എളുപ്പം പറ്റണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലമൊക്കെ നല്ല രീതിയിൽ എടുക്കണം. അങ്ങനെ നേരെ നമ്മൾ പ്ലോട്ടിലെത്തി. ഇതാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള പ്ലോട്ട്. എന്ത് വർക്കാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീട്ടിൽ എന്തെങ്കിലും കാണിച്ചിരുന്നതാണ്. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഗസ് ചെയ്തോ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകണമെന്നുള്ളത്. ഈ കാണുന്ന സ്ഥലം ബൈപ്പാസ്, അതായത് ആലപ്പുഴ ബൈപ്പാസ് ഇറങ്ങുമ്പോൾ തന്നെയാണ് റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലോട്ടാണ്. ഈ പ്ലോട്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പോയി നോക്കിയതാണ്. അപ്പോൾ അന്ന് നല്ല പൊരിഞ്ഞ മഴേൻ്റെ പേരിൽ എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് ഞാൻ JCB വെച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മെഷർ ചെയ്യണം, നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. കാരണം അളവ് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്നൊരു പ്ലോട്ടിലാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എന്ത് വർക്കാണ് എൻ്റെ വർക്ക് എന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അവിടുത്തെ മെഷർമെൻറ്റൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് നേരെ ചേർത്തലെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ തിരക്കൊന്ന് കാണിക്കാൻ വേണ്ടി വണ്ടി എത്തിയതാണ്. പിന്നെ അത്യാവശ്യം പൊടിമഴയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് തുറവൂരെത്തുമ്പോൾ നിർത്താം എന്നുള്ളൊരു പ്ലാനിൽ നേരെ വണ്ടി എടുത്ത് തുറവൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നിർത്തി. അതായത് ഈ കാണാണ് തുറവൂർ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും മേൽപ്പാലം വന്ന് അവസാനിക്കുന്നത്, കണ്ടില്ലേ. പിന്നെ ഇവിടെ നമുക്കൊരു പ്രസിദ്ധമായൊരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോയിൽ അത് ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തൊട്ട് നേരെ പിന്നെ നമുക്ക് മേൽപ്പാലത്തിന് ഡയറക്റ്റ് വഴിയാണ്. ഈ കാണുന്നതാണ് നരസിംഹസ്വാമി ക്ഷേത്രം. അടുത്ത വീഡിയോയിൽ ഞാനപ്പോൾ എൻ്റെ വർക്ക് എന്താണെന്നും പിന്നെ ഇനി ഞാൻ എൻ്റെ വർക്കുകളൊക്കെ പോകുമ്പോൾ ആ കൊച്ചു കൊച്ചു സ്ഥലങ്ങളും അവിടുത്തെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്.